രാജസം, രാജസി, താമസം, താമസി, സാത്വികം, സാത്വികി എന്ന് പറയുന്ന ശക്തികളും ചൈതന്യങ്ങളും ചേർന്ന്, മൂന്ന് ശക്തിയും മൂന്ന് ചൈതന്യവും ചേർന്ന പരമാത്മ ജീവാത്മ ശൈവ വൈഭവത്താൽ ത്രിമൂർത്തികളായിരിക്കുന്ന സ്നേഹമൂർത്തിയായി, ജ്ഞാനമൂർത്തിയായി, ക്രിയാമൂർത്തിയായിട്ട് മാറിയിരിക്കുകയാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ മൂന്ന് ശക്തിയും മൂന്ന് ചൈതന്യവും ചേർന്ന് ത്രിമൂർത്തികളുടെ ഒന്നായിട്ടുള്ള രൂപമാണ് മനുഷ്യൻ. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ ഈ ത്രിഗുണ വൈഭവത്താലാകുന്നു. ത്രികാലവും എന്താകുന്നു? ഈ ത്രിഗുണ വൈഭവമാകുന്നു. ത്രിഗുണവും എന്താകുന്നു? ഈ ത്രിഗുണ വൈഭവമാകുന്നു. ത്രിദോഷത്തെ നീക്കിയിട്ട് ത്രികാലത്തെ ഏകുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്ര നിലയങ്ങളാണ് ക്ഷേത്രങ്ങൾ. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ആചാരങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ ത്രിഗുണ വൈഭവത്തെ വെച്ചിട്ടാണ്. ഋതുക്കളെ ഗർഭം ധരിക്കുന്ന ശ്രീകോവിലുകളിൽ നമ്മൾ ചെല്ലുമ്പോഴോ അവിടുത്തെ ആചാരങ്ങൾക്കും ഇതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാതെ, പഠിക്കാതെ ഇതിനെയൊന്നും വ്യാഖ്യാനിക്കാനായിട്ട് ആരും മെനക്കെടേണ്ടതില്ല. അത്രയും ബ്രഹ്മാണ്ഡമാണ് ഭാരതത്തിൻ്റെ വേദരഹസ്യം, ശാസ്ത്രരഹസ്യം, ക്ഷേത്രരഹസ്യം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമസ്തേ. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ ഒരു സംശയമാണ്, ഷർട്ട് ഊരണോ വേണ്ടയോ? കുറേ ആളുകൾ പറയുന്നു ഷർട്ട് ഊരണം, കുറച്ച് പേരോ ഷർട്ട് ഊരണ്ട. ഷർട്ട് ഊരുന്നത് എന്താണ്? ഷർട്ട് ഊരുന്നത് അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ഒരു പക്ഷം. അതിനകത്ത് ഭൂരിപക്ഷവും ആചാര്യവൃന്ദവും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഭക്തജനങ്ങൾക്ക് തന്നെ ഒരു സംശയം വരും, ഷർട്ട് ഊരുന്നതാണോ ഷർട്ട് ഊരാതിരിക്കുന്നതാണോ എന്നുള്ളത്. ഷർട്ട് ഊരണം എന്ന് പറയുന്നത് അന്ധവിശ്വാസികളാണ് എന്നായി കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തായിരിക്കും? ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ട്. ശാസ്ത്രത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഗർഭഗൃഹങ്ങളോട് കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങൾക്ക്, അതായത് സംക്രമ പൂജകൾ നടക്കുന്ന ഗർഭഗൃഹങ്ങളോട് കൂടിയിട്ടുള്ള ശ്രീകോവിലുകളുള്ള, ക്ഷതത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും ജീവനെ ത്രാണനം ചെയ്യിക്കുന്ന ശ്രീകോവിലുകളുള്ള ക്ഷേത്രങ്ങളിൽ, അങ്ങനെയുള്ള സനാതന ധർമ്മ നിലയങ്ങളായിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രത്തിൻ്റെ ആചാരവും അനുഷ്ഠാനവും എന്താണോ അതിനനുസരിച്ചിട്ടാണ് അവിടെ ക്ഷേത്രപ്രവേശനം നടത്തേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും ഒരവകാശവും ക്ഷേത്രത്തിൽ കിട്ടുകയില്ല. ക്ഷേത്രത്തിൽ ഇടം വയ്ക്കാൻ പറ്റില്ല, വലം വയ്ക്കാനേ പറ്റുള്ളൂ. ചില സമയങ്ങളിൽ ക്ഷേത്രത്തിൽ ആളുകൾക്ക് പ്രവേശനം തന്നെ സാധ്യമല്ല. ക്ഷേത്രത്തിൽ ദർശനത്തിനുള്ള സമയമുണ്ട്, പ്രദർശനത്തിനുള്ള സ്ഥലമല്ല ക്ഷേത്രം, ദർശനത്തിന് വേണ്ടിയിട്ടുള്ള. ആ ദർശനം എന്താണെന്നനുസരിച്ച് അതിനനുസരിച്ചിട്ടാണ് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ആചാര്യന്മാർ പറഞ്ഞു എന്നോർത്ത് ആ ആചാരം ആ ക്ഷേത്രത്തിൽ ബാധകമല്ല. മന്ത്രി പറഞ്ഞാലും തന്ത്രി പറഞ്ഞാലും, ഏതൊരു ആചാര്യ സമൂഹം പറഞ്ഞാലും, ഏത് മഠാധിപതി പറഞ്ഞാലും, ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രവും മന്ത്രവും യന്ത്രവും കുരുത്തിരിക്കുന്നത് ഏത് വിധിയിലാണോ അതിനനുസരിച്ചിട്ടാണ് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പാലിക്കുവാനായിട്ട് ഭക്തജനങ്ങൾ അവിടെ എത്തേണ്ടത്. വെല്ലുവിളിച്ചുകൊണ്ടല്ല. ഇത് ഞാൻ പറയുമ്പോൾ ഒന്ന് രസകരമായിട്ടുള്ളൊരു വസ്തുതയുണ്ട്. നമ്മളുടെ നേരത്തെ മുൻകാലങ്ങളിൽ നമ്മളുടെ പൂർവികർ പറയുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. സ്ത്രീകൾ ഗോപിക്കുറി തൊടരുതെന്ന് പറയും. ഇങ്ങനെ മേലോട്ട് സ്ത്രീകളെ ചന്ദനം തൊടേണ്ടത്, മഞ്ഞൾ പ്രസാദമായാലും ചന്ദനമായാലും പാരലായിട്ടാണ് തൊടേണ്ടത്, നെറ്റിക്ക്. ഇങ്ങനെ തൊടുന്നത് കൂടുതലും ആണുങ്ങളാണ്. എന്നാൽ ആണുങ്ങൾക്ക് പാരലായിട്ടും തൊടാം, ഗോപിക്കുറിയായിട്ടും തൊടാം. സ്ത്രീകൾ ഗോപിക്കുറി തൊടുമ്പോഴത്തേക്കും പറയും, പഴയ കാരണന്മാർ പറയും, സ്ത്രീകൾ അങ്ങനെ തൊടാൻ പാടില്ല. സ്ത്രീകൾ ഒന്നെങ്കിൽ വട്ടപ്പൊട്ട് അല്ലെങ്കിൽ പാരലായിട്ടാണ് ചന്ദനം തൊടേണ്ടത്. പുരുഷന്മാർ ഗോപിക്കുറി തൊടുന്നതാണ് ഉത്തമം. എന്നാലോ പാരലായിട്ടും പുരുഷന്മാർക്ക് ധരിക്കാം. എന്താണെന്നറിയോ എൻ്റെ പിന്നിലെ രഹസ്യം? പുരുഷന്മാരെന്തുകൊണ്ടാണ് ഗോപിക്കുറി തൊടണമെന്ന് പറയുന്നത്? അതാണ് ഉത്തമം എന്ന് പറയുന്നത്. സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഗോപിക്കുറി തുടരുതെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ശരീരത്തിൽ 6 എനർജികളാണുള്ളത്. അതിനകത്ത് 2ആയിട്ട് ആ എനർജിയെ വിഭജിക്കും. ഒന്ന് ശക്തിയെന്നും ഒന്ന് ചൈതന്യമെന്നും. അപ്പോൾ ശിരസിലെ രാജസം എന്ന് പറയുന്ന പുരുഷ ഗുണമാണ്. ഹൃദയത്തിലോ സാത്വികം എന്ന് പറയുന്ന പുരുഷ ഗുണമാണ്. പാദങ്ങളിലെ താമസം എന്ന് പറയുന്ന പുരുഷ ഗുണമാണ്. നമ്മളുടെ മനുഷ്യൻ്റെ ശരീരം ലംബമായിട്ട് എന്താണ്? പുരുഷ ഗുണമാണ്. എന്നാൽ പാരലായിട്ട് സ്ത്രീ ഗുണമാണ്. ഇത് ശക്തിയാണ്. രാജസം, സാത്വികം, താമസം എന്ന് പറയുന്നത് പുരുഷ ഗുണമാണ്. അത് ലംബമായിട്ടാണ്. അതേസമയമോ പാരലായിട്ട് സ്ത്രീഭാവമാണ്. കരാഗ്രേ ലക്ഷ്മി, കരാഗ്രത്തിൽ ലക്ഷ്മി, കരാഗ്രേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി. കരമധ്യം എന്ന് പറയുന്നത് ഇവിടെയാണ്. കരമധ്യം സരസ്വതി, കരമൂലെ പാർവതി.
അപ്പോൾ അർദ്ധനാരീശ്വരാകൃതിയാണ് മനുഷ്യൻ. ഇങ്ങനെ പാരലായിട്ട് സ്ത്രീ ചൈതന്യമാണ്, ഇങ്ങനെ ലംബമായിട്ടോ പുരുഷ ശക്തിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഒരേ സമയം 3 ചൈതന്യവും 3 ശക്തിയും ചേർന്ന് ത്രിമൂർത്തികളായിട്ട് ഇരിക്കുകയാണ് ത്രിഗണ വൈഭവത്താൽ. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ സാധ്യമാകുന്നത് ഈ ത്രിഗണ വൈഭവത്താലാണ്, ഈ ത്രിമൂർത്തി വൈഭവത്താലാണ്. കാരാഗ്രത്തിലെ സാത്വികി എന്ന് പറയുന്ന ചൈതന്യമാണ്. സാത്വികം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഗുണമാണ്. അത് അനുഭവിക്കുന്ന ഗുണം സാത്വികി. അതിനുവേണ്ടി സേവ ചെയ്യുന്ന ഗുണം ആരുടേതാണ്? ഈ സാത്വികി എന്ന് പറയുന്ന കരാഗ്രമാണ്. നമ്മുടെ ശിരസിൽ രാജസം എന്ന് പറയുന്ന ശക്തിയാണ്. ഹൃദയത്തിലോ സാത്വികം എന്ന് പറയുന്ന ശക്തിയാണ്. അത് രണ്ടും ഇരിക്കുന്നത് ശുഭത്വമായിരിക്കുന്ന ഈ ശരീരത്തിലാണ്. താമസം എന്ന് പറയുന്ന ഗുണമാണ് ശരീരത്തിന്. അപ്പോൾ ദ്വിപാദങ്ങളിലും എന്താണ് ഗുണം? താമസം എന്ന് പറയുന്ന ഗുണം ദ്വിപാദങ്ങളിലുമാകുന്നു. ഈ ശരീരം താങ്ങി നിർത്തുന്നത്, താമസമായിരിക്കുന്നത്, താമസിക്കുന്നത് ഈ പാദങ്ങളിലുമാകുന്നു. അപ്പോൾ രാജസം, സാത്വികം, താമസം ഇത് പൗരുഷമേക്കുന്ന പുരുഷഭാവമാണ്. എന്നാൽ പാരലായിട്ടോ, നമ്മുടെ ശരീരം പാരലായിട്ട് ഇങ്ങനെ വെച്ചാലോ അതേ നീളമാണ്. എത്രയാണോ നമ്മളുടെ ഉയരം അത്രയും നീളമുണ്ട് നമ്മളുടെ ഈ കരവലയത്തിന്. അപ്പോൾ ഇത് നമ്മളുടെ ചൈതന്യമാണ്. നമ്മളുടെ കൈത്തലം നമ്മളുടെ ചൈതന്യമാണ്. ശരീരം നമ്മളുടെ ശക്തിയാണ്, കൈത്തലം നമ്മളുടെ ചൈതന്യമാണ്. ഇതിനകത്ത് സാത്വികി എന്ന് പറയുന്ന ആ സ്റ്റേറ്റാണ്, ആ തലമാണ്. സാത്വികി എന്നാണ് ഗുണം. കരാഗ്രേ സാത്വികി, കരമധ്യം രാജസി, കരമൂലെ താമസി. താമസിയായിരിക്കുന്നത് ആരാണ്? താമസിയായിരിക്കുന്നത് ജീവനാണ്. അതെവിടെയാണ്? കരമൂലത്തിലാണ്. അപ്പോൾ ലക്ഷ്മി, സരസ്വതി, പാർവതി, സാത്വികി, രാജസി, താമസി ഇത് ശ്രീ ചൈതന്യമാണ്. അപ്പോൾ അതിങ്ങനെ വരുമ്പോഴാണ്, പാരലാകുമ്പോഴാണ് ചൈതന്യമാകുന്നത്. ഇത് സ്ത്രീഭാവമാണ്. ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് മാതൃത്വത്തിൻ്റെ ആ ഗുണത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. അമ്മ മക്കളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അമ്മയുടെ ആ ചൈതന്യത്തെ മക്കൾക്ക് പകരുവാൻ കഴിയുന്നത്. ഇതാണ് സ്ത്രീഭാവം. ലംബമായിട്ട് നിവർന്നു നിൽക്കുവാനുള്ള ശേഷിയാണ് പൗരുഷം. ഇത് രണ്ടും ചേർന്ന അർദ്ധനാരീശ്വര സങ്കല്പമാണ് മനുഷ്യൻ. അപ്പോൾ പൗരുഷത്തിൻ്റെ പ്രതീകമായിട്ട് ഗോപിക്കുറി എങ്ങനെയാണ് തൊടേണ്ടത്? നേരെ മുകളിലേക്കാണ് തൊടുന്നത്, ലംബമായിട്ടാണ്. എന്നാൽ അതേസമയം ജീവാത്മശക്തിയുമാണ്, ഒരേ സമയം പരമാത്മ ചൈതന്യവുമാണ്. ഇപ്പോൾ നമുക്ക് പുരുഷന്മാർക്ക് വേണമെങ്കിൽ പാരലായിട്ടും തൊടാം, പക്ഷേ സ്ത്രീകൾക്ക് എപ്പോഴും ഗോപിക്കുറി തൊടുവാൻ പറയുന്നില്ല. സ്ത്രീകൾക്ക് പാരലായിട്ട് തൊടുന്നതാണ് അവരുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുവാൻ കഴിയുള്ളൂ. പുരുഷന്മാർക്ക് ഗോപിക്കുറി തൊടുന്നതാണ് ഉത്തമം. ഇതാണ് ഈ പറയുന്നതിൻ്റെ വസ്തുത. അപ്പോൾ ഗോപിക്കുറി ഇങ്ങനെ തൊടുന്നത് വിവേചനമാണോ എന്ന് ചോദിച്ചാൽ അറിവ് കൊണ്ടുള്ള വിവേചനമാണ്. വിവേചിച്ചറിയുന്നതാണ്. വിശേഷേണ ഗ്രഹിക്കുമ്പോഴാണ് ഇതിനെല്ലാം പ്രാധാന്യം വരുന്നത്. അങ്ങനെ ഗ്രഹിച്ചില്ലെങ്കിലോ ഇതിനൊന്നും പ്രാധാന്യമില്ല. ആർക്കും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. കാരണം കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന അവസ്ഥയിലാണെന്ന്. എല്ലാവരും ആചാരങ്ങളെ ചിട്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് തലങ്ങളുണ്ട്. ഇതിനകത്തേക്കെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വലിയ വലിയ അറിവുകളാണ് നമ്മളുടെ കാരണന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ചന്ദനം പാരലായിട്ട് തൊടുമ്പോൾ സ്ത്രീകൾക്ക് ചൈതന്യം കൂടും, പുരുഷന്മാർക്ക് ഗോപിക്കുറിയായിട്ട് തൊടുമ്പോൾ പുരുഷന്മാർക്ക് ശക്തി കൂടും എന്നൊക്കെ പറയുന്നത് ഒരേ സമയം പുരുഷൻ ജീവാത്മശക്തിയും പരമാത്മ ചൈതന്യത്തിൽ നിന്നും ജനിച്ച ശൈവ ശക്തിയുമാണ്. സ്ത്രീകളോ ശിവയുടെ പാർവതിയുടെ ചൈതന്യത്താൽ ജീവാത്മശക്തിയിൽ നിന്നും ഉയർക്കൊണ്ട പരമാത്മ ചൈതന്യമാണ്. അപ്പോൾ ശിരസ്സിനാണ് പ്രാധാന്യം. സ്ത്രീകൾക്ക് ശിരസ്സിനാണ് പ്രാധാന്യം. സ്ത്രീകൾക്ക് തിരുനെറ്റിയിൽ ചന്ദനം ചാർത്തിയാൽ മതി, തൃപ്തിയാണത്, അത് ചൈതന്യമാണ്. പുരുഷന് ശിരസിലും അതേസമയം ഹൃദയസ്ഥാനവും ചന്ദനം കൊണ്ട് അലങ്കരിക്കണം. അപ്പോൾ ഒരേ സമയം പരമാത്മശക്തിയും ജീവാത്മശക്തിയും ആയതുകൊണ്ടാണ് പുരുഷന് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ശിവയുടെ പാർവതിയുടെ ചൈതന്യത്തിൽ നിന്നും ഉയർകൊണ്ട പരമാത്മ ചൈതന്യമായിരിക്കുന്ന സ്ത്രീകൾ ശിരസ് ശുദ്ധമായിരിക്കണം, നഗ്നമായിരിക്കണം. പാദങ്ങളും ശുദ്ധമായിരിക്കണം, നഗ്നമായിരിക്കണം. അപ്പം നഗ്നപാദരായിട്ട് ശിരസ് മറയ്ക്കാതെ വേണം, പാദം മറയ്ക്കാതെ വേണം ക്ഷേത്രത്തിലെത്താനായിട്ട്. ശിരവസ്ത്രം പാടില്ല, കുട ചൂടാൻ പാടില്ല, തലയിൽ തുണി ഒന്നും സാരിത്തലപ്പൊന്നും ഇടാൻ പാടില്ല. അങ്ങനെയാണ് സ്ത്രീകൾ ക്ഷേത്രത്തിലെത്തേണ്ടത്. ഇതൊരു കീഴ്വഴക്കമാണ്, ആചാരങ്ങളിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് അങ്ങനെ ചെയ്താൽ എന്ന് ചോദിച്ചാൽ
അങ്ങനെ ചെയ്താൽ ആചാര ലംഘനം തന്നെയാണ്, ആചാരത്തിന് വിരുദ്ധമാണ്. അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണ് അത് ആചരിക്കേണ്ടത്. അപ്പോഴാണ് അത് അനർത്ഥത്തെ ഇല്ലാതാക്കുന്നതാകുന്നത്. ശിരസ് മറച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ചൈതന്യത്തിന് ലോപം സംഭവിക്കുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് ഗർഭഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള ശാസ്ത്രത്തിൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പുരുഷന്മാരെ, ജീവാത്മ ചൈതന്യമായിരിക്കുന്ന പുരുഷന്മാർക്ക് ഹൃദയസ്ഥാനത്തിനുകൂടി പ്രാധാന്യമുണ്ട്. ഇത്തരം ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് ശിരസിന് മാത്രമല്ല ഹൃദയസ്ഥാനത്തിനു കൂടി പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. ഒരേ സമയം പരമാത്മശക്തിയായിരിക്കുന്ന ശിരസിനും ജീവാത്മ ചൈതന്യമായിരിക്കുന്ന മനസ്സിരിക്കുന്ന ഹൃദയത്തിലും ശിവത്വമരിക്കുന്ന പാദത്തിലും പുരുഷന് പ്രാധാന്യം കൽപ്പിക്കണം. ശിരസ് എന്തായിരിക്കണം? മഗ്നമായിരിക്കണം, ശുദ്ധമായിരിക്കണം. ശുദ്ധബോധത്താൽ, ഭക്തിയുള്ള ഹൃദയത്താൽ, വിഭക്തിയല്ല യുക്തിയല്ല, അവിടെ ഭക്തിയുള്ള ഹൃദയത്താൽ ശുദ്ധമാനസരായി, നഗ്നപാതരായി, ശുദ്ധപാതരായിട്ട് വേണം പുരുഷന്മാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. ഇതിന് ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് ആചാരലംഘനമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഗർഭഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള ശ്രീകോവിലുകളുള്ള ശാസ്ത്രത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഈ ആചാരങ്ങൾ കാലാനുകാലം നിലനിൽക്കും. ഇത് സനാതനമായി തന്നെ തുടരും. ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് പഠിച്ചു വരുമ്പോൾ ആ അഭിപ്രായങ്ങൾ നമ്മളുടെ ക്ഷേത്രവിധിക്കനുസരിച്ച് ഒതുങ്ങി മാറി നിൽക്കും. നമ്മളുടെ അജ്ഞതകൾ അറിവ് വരുമ്പോൾ മായുന്നതാണ്. ഞാനും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് കൗപീനം ധരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ പൂജാകർമ്മങ്ങൾ? ഇതിനെല്ലാം ആൻസർ നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് പാശം ധരിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീകളോട് ശിരോവസ്ത്രം ധരിക്കരുത്, നഗ്നപാതരായിട്ട് കയറണം എന്നൊക്കെ പറയുന്നത്? പാദരക്ഷ പുതിയതായിരിക്കാം, മറ്റെങ്ങും ചവിട്ടാത്തതായിരിക്കാം, പക്ഷെ ആ പാദരക്ഷ ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. അതെത്ര വില കൂടിയതായാലും അത് പുറത്ത് ഊരി വയ്ക്കണം. കാരണം എന്താ? ക്ഷേത്രത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ശുദ്ധിയുള്ളതല്ലേ? ഇത് ഏറ്റവും ശുദ്ധമായിട്ടുള്ളതല്ലേ? ഇപ്പോൾ ഇട്ടുകൊണ്ട് വണ്ടിയിൽ ക്ഷേത്രത്തിൻ്റെ വാതിക്കൽ വരെ വന്നുള്ളൂ. ഇത് ഏറ്റവും ശുദ്ധമായിട്ടുള്ള പാദരക്ഷയാണ്. അതുകൊണ്ട് ഇത് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് എന്താണ് അശുദ്ധി എന്ന് ചോദിച്ചാൽ അത് അശുദ്ധമാണ്. നാളെ ഇത് എല്ലാവർക്കും ബാധകമാണ്. ക്ഷേത്രശുദ്ധിക്ക് വേണ്ടിയിട്ട് അതവിടെ മാറ്റിവെക്കണം. എത്ര ശുദ്ധമുള്ളതാണെങ്കിലും അത് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കേണ്ടതില്ല, അത് അവിടെ മാറ്റിവെക്കണം. ഒരു രക്ഷയുമില്ല. ഏത് ആളുടെ പാദരക്ഷയായാലും ഒരു രക്ഷയുമില്ല. അത് ക്ഷേത്രത്തിൻ്റെ പുറത്ത്, മതിലിന് പുറത്ത് ഊരി ഇടണം. നന്നായിട്ട് കഴുകി ശുദ്ധമാക്കി അല്ലെങ്കിൽ പുതിയ ചെരുപ്പ് ഇട്ട് പാദരക്ഷ ഇട്ട് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചാൽ നാളെ പാദരക്ഷകൾ ഊരാതെയാണ് ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുള്ളൂ. ക്ഷേത്രത്തിൻ്റെ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ക്ഷേത്ര പരിശുദ്ധി അവിടെ നഷ്ടപ്പെടും. ശുദ്ധി കലശങ്ങൾ ആടുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. ദിവ്യമായിരിക്കുന്ന ദ്രവ്യശുദ്ധിക്കാണ് അവിടെ പ്രാധാന്യം. സകല ദ്രവ്യങ്ങളെയും ദിവ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദ്രവ്യശുദ്ധിയാണ് ക്ഷേത്രങ്ങളിൽ എപ്പോഴും ആടേണ്ടത്. അവിടെ നിറഞ്ഞിരിക്കേണ്ടതും എന്താണ്? ശുദ്ധി തന്നെയാണ്. അശുദ്ധിക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നതൊന്നും ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. അശുദ്ധിക്ക് ഇടയാകുമെന്ന് പറയുന്ന അവസ്ഥകളൊന്നും ക്ഷേത്രത്തിൽ പാടില്ല. അതുകൊണ്ടാണ് മരണാനന്തരം പുലയാചരിക്കുന്നതും ജനനാനന്തരം കുട്ടികളെ ക്ഷേത്രത്തിൽ നിന്നും വിലക്കിയിരിക്കുന്നത്. കുട്ടികളെപ്പോഴും വൊമിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് 6 മാസക്കാലത്തേക്ക് കുട്ടികളെ ക്ഷേത്രത്തിൽ നിന്നും വിലക്കിയിരിക്കുന്നത്. എത്ര വലിയ കൊട്ടാരത്തിൽ കുട്ടിയായാലും ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. ഇത് അജ്ഞത കൊണ്ടുള്ള വിവേചനമല്ല, ദ്രവ്യശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള വിവേചിച്ചറിയലാണിത്. ദിവ്യമായിരിക്കുന്ന ദ്രവ്യശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള വിവേചിച്ചറിയലാണിത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ശിരസ് നഗ്നമായി, ഹൃദയസ്ഥാനം ശുദ്ധമായി, നഗ്നപാതരായി ശുദ്ധപാതരായിട്ട് വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. ഇതെല്ലാം സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ്. അല്ലാത്ത ക്ഷേത്രങ്ങളുമുണ്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഷർട്ട് ധരിച്ചെത്തേണ്ട ഇടങ്ങളുമുണ്ട്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഓരോ ക്ഷേത്രത്തിനും ഓരോ ജനിതഘടനയുണ്ട്. അതിനനുസരിച്ച് വ്യത്യാസം വരും. പക്ഷേ ഷർട്ട് ഊരി പുരുഷന്മാർ ദർശനം നടത്തേണ്ട ഇടങ്ങളിൽ മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരമാണോ ഒരു പുരുഷൻ? ജ്ഞാനിയാണോ? അയാൾ ജീവാത്മശക്തിയാണോ? അയാൾ ഭക്തിയുടെ സ്ഥാനമായിരിക്കുന്ന ഹൃദയസ്ഥാനവും കൂടി നഗ്നമാക്കണം, ശുദ്ധമാക്കണം. ശരീരശുദ്ധിയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും ആവശ്യം. പിന്നെ ഭക്തിയാണ്. ഭക്തി എന്തിൽ നിന്നാണ് ജനിക്കുന്നത്? അറിവിൽ നിന്നാണ് ഭക്തി ജനിക്കുന്നത്. അറിവാണ് ഭക്തിയെ ജനിപ്പിക്കുന്നത്. അറിവിൽ നിന്നായിരിക്കണം നമ്മുടെ എല്ലാം ഭക്തി. അപ്പോൾ ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ത്രിഗണ വൈഭവത്തിന് 6 എനർജികളുണ്ട്. അതിനെ 2ആയിട്ട് ഭാഗിച്ചാൽ രാജസം എന്ന് പറയുന്ന ഗുണം, സാത്വികം എന്ന് പറയുന്ന ഗുണം, താമസം എന്ന് പറയുന്ന ഗുണം അത് പുരുഷ ശക്തിയാണ്.
സാത്വികി എന്ന് പറയുന്ന ചൈതന്യം, രാജസി എന്ന് പറയുന്ന ചൈതന്യം, താമസി എന്ന് പറയുന്ന ചൈതന്യം ശ്രീഭാവമാണ്. ആ ശക്തിയും ചൈതന്യവും ചേർന്ന ത്രിഗണ വൈഭവത്താൽ ആ ശക്തിയും ചൈതന്യവും ചേർന്ന മൂർത്തിയാണ് ഒരു മനുഷ്യൻ. ആ ചൈതന്യവും ശക്തിയും ചേരുമ്പോഴാണ് ത്രിമൂർത്തികൾ ഉണ്ടാക്കുന്നത്. ആ ത്രിമൂർത്തികൾ ഒന്നായി ചേർന്ന ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ത്രിഗണ വൈഭവത്താൽ പരമാത്മ ചൈതന്യവും ജീവാത്മശക്തിയും ശിവശക്തിയുമായി ചലിക്കുന്ന ജീവലോകമാണ് മനുഷ്യൻ. മനുഷ്യൻ ജ്ഞാനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരമാണ്. നമ്മൾ അറിയുക, ഭാരതത്തിൻ്റെ വേദത്തെയും വേദരഹസ്യങ്ങളെയും പഠിക്കാൻ ശ്രമിക്കുക, അറിവിനെ പകരാൻ ശ്രമിക്കുക. നമുക്ക് വളരെ കുറച്ച് അറിവുകൾ മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നമ്മൾ വിമർശിക്കാതെ പഠിക്കാൻ ശ്രമിക്കുക, അത് അറിവാണെങ്കിൽ അത് പകരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ടൊന്ന് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ ഗുരുപാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് സ്വാമി ശരണമയ്യപ്പ.